അപ്പോൾ കരിക്കകത്ത് എന്താണ് അവസ്ഥ? അവിടുത്തെ ജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണോ? അനുജ, വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കരിക്കകം പ്രദേശത്ത് നിന്ന് ഇവിടെ ഇത് നേരെ വേളിയിലേക്ക് പോകുന്ന റോഡാണ്. ഇത് വെള്ളക്കെട്ട്, ഇങ്ങനെ വലിയ വെള്ളക്കെട്ടാണ്. ഇവിടുത്തെ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ചാക്കയിലേക്ക് പോകുന്ന റോഡ്, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അവിടെയും ഈ നിലയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കാൻ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പൊഴി മുറിക്കാത്തതാണ് ഈ വെള്ളം കയറാൻ കാരണമെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ടല്ലോ. പൊഴി യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ മുറിക്കേണ്ടതായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഞാൻ രാവിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ചോദിക്കുമ്പോൾ ഇന്നലെ ആ മെഷീനൊന്ന് ഇറക്കുന്നതിന് സാധിക്കാത്തൊരവസ്ഥയുണ്ടായി ഈ രാത്രി. അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. പക്ഷേ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പണി നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് സജീവമായിട്ട് പണി നടക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എന്തായിരുന്നാലും ഇറിഗേഷൻ്റെ ഒരു അനാസ്ഥയുണ്ട്. കാരണം അത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇവിടുത്തെ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സാധാരണക്കാരുടെ വീട്ടിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. അല്ല, അതിൽ സാങ്കേതികത്വം ഞാൻ പറയുന്നില്ലല്ലോ, അവരും പറയാൻ വേണ്ടി പാടില്ലല്ലോ. അവരും കാണേണ്ടതായിരുന്നു. ഇന്നലെ രാവിലെ ആരംഭിച്ച മഴ സ്വാഭാവികമായിട്ടും അവസാനിക്കുന്നില്ല. സാധാരണഗതിയിൽ വെള്ളം പൊങ്ങാൻ ഇടയുള്ള തരത്തിലുള്ള മഴയാണ്. കനത്ത മഴയുമല്ല, എന്നാൽ അതേസമയം മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പൊഴി മുറിക്കണമെന്നുള്ള നിർദ്ദേശം കളക്ടർ കൊടുത്തു. തഹസിൽദാർ രാവിലെ വിളിക്കുമ്പോഴത്തെ തഹസിൽദാർ പറഞ്ഞു ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശം കൊടുത്തു. അവർ ഇന്നലെ രാത്രി ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇറിഗേഷൻ വിളിക്കുമ്പോഴത്തേക്ക് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞതാണ് രാത്രി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് രാവിലെ ഇറങ്ങിയ മെഷീൻ ഇന്നലെ രാത്രി ഇറങ്ങുമായിരുന്നല്ലോ, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഇറിഗേഷൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകളുടെ അനാസ്ഥയുണ്ടെന്നുള്ളത് വാസ്തവം. അത് ഗൗരവത്തോടു കൂടി ഇന്നിപ്പോൾ മിനിസ്റ്റർ രാവിലെ 10:30 മണിക്കൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അത്തരം അനാസ്ഥയൊന്നും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് കാര്യം. അനുജ, ഇത് ഇപ്പോൾ MLA പറയുന്നത് പോലെ തന്നെ കനത്ത മഴയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരിക്കുന്ന ഈ വെള്ളക്കെട്ട് അത് ഇറിഗേഷൻ വകുപ്പ് സൃഷ്ടിച്ചതാണ് എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ MLAയും അത് തന്നെയാണ് പറയുന്നത്. കാരണം പൊഴി കൃത്യസമയത്ത് ഇത്രയധികം മഴ ശക്തമാകുന്നു എന്നുള്ള നിലയിൽ കൃത്യസമയത്ത് ആ പൊഴി മുറിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ MLA അവിടേക്കാണ് പോകുന്നത്. പല വീടുകൾ ഉണ്ട്, ആ നിലയിൽ തന്നെ വെള്ളം കയറി കിടക്കുന്ന വീടുകളുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇവിടെ ഈ ഒരു വീട്, ചേട്ടാ ഒന്ന് വരുമോ? അതെ, നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തെ ആദ്യത്തെ വീടാണ്, ഈ വെള്ളം തുടങ്ങുന്ന ആദ്യത്തെ വീടാണ്. ഇവിടെ ഒരർത്ഥത്തിൽ ഇവിടെ ഈ ചേട്ടനും ഭാര്യയും ഒക്കെയാണ് ഉള്ളത്. അവിടെയും ഇങ്ങനെ വീടിനകത്തേക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ MLA പോയിരിക്കുന്ന വഴികളിൽ കയറിയിട്ടുണ്ട്. അതിൽ ഖാദി ബോർഡിൻ്റെ തന്നെ ഒരു സ്ഥാപനമുണ്ട്. 13-ലധികം സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. ചേട്ടാ, ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ പ്രളയ സമയത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലമാണ് എന്നാണ്. ഇത്രയും കൂടുതൽ കയറിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്, ഒരു 10-50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം കയറുന്നത്. പൊഴി മുറിക്കാത്തോണ്ടുള്ള സംഭവമാണ്. ഇന്നലെ ഇത്രയും മഴ ശക്തമാണ്. അപ്പോൾ ഈ മഴ മാത്രമാണോ, അതല്ലാതെ പൊഴി മുറിച്ചായിരുന്നെങ്കിൽ മഴയായിരുന്നെങ്കിലും കുഴപ്പമുണ്ടാവില്ല? മഴയായിരുന്നെങ്കിലും കുഴപ്പമില്ല. പൊഴി മുറിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയം തീർന്നു. പൊഴി മുറിക്കാത്തതുകൊണ്ടാണ് ഇത്രയും. ഇന്നലെ പൊഴി മുറിഞ്ഞെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല. സിറ്റിക്കകത്തുള്ള എല്ലാ വെള്ളവും ഇതിലല്ലേ വരുന്നത്, എല്ലാം അങ്ങ് പോവും, കടലിൽ പോവും. ഇപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ നശിച്ചോ? എല്ലാം ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. വീട് മുറിക്കകം മൊത്തം വെള്ളമാണ്, മൊത്തം എല്ലാം. ഇത് 2 പാർട്ടാണ്. ഇത് ഇപ്പുറത്തെ എൻ്റെ ചേട്ടൻ്റെ മോള് താമസിക്കുന്നത്, ഇത് ഞങ്ങൾ 2 പാർട്ടാണ്, 2 വീടാണ്. അവിടെ മൊത്തം വെള്ളം കയറി. അനുജ, അത് തന്നെയാണ്. അതായത് ഇവിടെയുള്ള ഈ ആളുകളുടെയൊക്കെ വീടുകളിൽ വെള്ളം കയറുന്നു, സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു എന്നുള്ളതാണ് സ്ഥിതി. അത് ഈ ഒരു പ്രദേശം, ഇത് കുറച്ചധികം സ്ഥലത്ത് ഈ നിലയിൽ തന്നെ വെള്ളക്കെട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അവിടേക്ക് പോയി നോക്കിയാലേ അത് എത്ര രൂക്ഷമാണ് എന്നറിയും. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്, നമ്മളിവിടെ വന്ന ആദ്യത്തെ വീടാണ്, അത് കഴിഞ്ഞ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് രൂക്ഷമായ പ്രശ്നം തൊട്ടപ്പുറത്തേക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ അവരുടെ പ്രതികരണം കൂടിയൊക്കെ എടുക്കും. MLAയും ഇപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ചേട്ടാ, അവിടെയൊക്കെ നല്ല വെള്ളമാണോ? നല്ല വെള്ളമാണ് അവിടെയൊക്കെ. അതെ അനുജ, വലിയ വെള്ളക്കെട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഖാദി ബോർഡിൻ്റെ സ്ഥാപനമുണ്ട്, അതിന്ന് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ വെള്ളം ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് കരിക്കകം ക്ഷേത്രമാണ്. ആ പ്രദേശത്തേക്കും അതിലേക്ക് പോകുന്ന വഴിയുമൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട് എന്നതാണ്. നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. സലീം അങ്ങോട്ടേക്ക് എത്തിച്ചേരുക വളരെ വേഗം തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.